നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, നിങ്ങൾ ചിലർ എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് വരാറുണ്ട്. എങ്ങനെയാണ് സ്നേഹം അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കാറ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം അല്ലേ. നിങ്ങൾ എന്ത് ചെയ്താലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്നാലാണ് ജീവിതത്തിലേക്ക് സ്നേഹം വരിക. ചിലർ പറയും, എന്നെയും ആരെങ്കിലുമൊക്കെ സ്നേഹിക്കണ്ടേ മാഡം എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം നമ്മൾ ഈ സ്നേഹത്തിൻ്റെ പുറകെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കവയത്രി കമലാദാസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാവരും നമ്മളുടെ മനസ്സിലുള്ള ശ്രീകൃഷ്ണൻ, അത് ഓരോരുത്തരുടെ മനസ്സിലോരോന്നാണ്, ആ ശ്രീകൃഷ്ണന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് ജീവിതം. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും സ്നേഹം വേണം. എങ്ങനെ അത് നമ്മൾ അട്രാക്റ്റ് ചെയ്യാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം നിങ്ങളുടെ ഓവറോൾ എനർജി ഇപ്പോഴത്തെ നോക്കും. പിന്നെ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ, ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതനുസരിച്ച് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടാത്തത്, അത് കിട്ടാൻ വേണ്ടി, ലവ് കിട്ടാൻ വേണ്ടി, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാലാണ് നിങ്ങൾക്ക് ലവ് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുക. ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 1, 2, 3 ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. അപ്പോൾ കാർഡ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 1ാമത്തെ, 2ാമത്തെ, 3ാമത്തെ കാർഡ്, ഏത് കാർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. 1, 2, 3 സെലക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. 2ാമത്തെ കാർഡ് നമ്മൾ മാറ്റി വയ്ക്കുന്നു, 3ാമത്തെ കാർഡും മാറ്റി വയ്ക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം നമ്മൾ ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, സ്നേഹം എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള റീഡിങ്ങാണ്. അപ്പോൾ ഭഗവാനെ, കറക്റ്റായിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ്, അതിനനുസരിച്ചുള്ള ഓറക്കിൾ മെസ്സേജസ് തന്നെ. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. കവഴുന്ന വീടാണ് ചെയ്യുന്നത്. ഭഗവാനെ, ഒരു കാർഡാണ് പറഞ്ഞിരിക്കുന്നത്. കുണ്ടലിനി യോഗ ചെയ്യണം എന്നാണ് പറയുന്നത്. ഹാർമനൈസ് യുവർ 7 ചക്രാസ്. Incorporate Kundalini Yoga into your daily practice, harnessing its power to harmonize and balance your 7 chakras, leading to holistic well-being spiritually, physically and materially. വേറെ കാർഡ് വരുമെന്ന് അപ്പം ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. നമ്മളുടെ ചക്രാസിന് ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ശരീരത്തിൽ എനർജി ബ്ലോക്ക് ഉണ്ടാവുക. എനർജി ബ്ലോക്ക് ഉണ്ടാവുമ്പോൾ മൊത്തത്തിൽ പ്രശ്നമാവും. അസുഖങ്ങളുണ്ടാവും, മാനസിക പ്രശ്നങ്ങളുണ്ടാവും, നിരാശയുണ്ടാവും, ആകെ മൊത്തം പ്രശ്നമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കുണ്ടലിനി യോഗ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യവും നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ബോഡി ക്ലെൻസ് ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. അത് കൊള്ളാം. ഒറ്റ കാർഡിൽ കാര്യം കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? പ്രാരാബ്ധം, 10 of Wands ആണ്. നിങ്ങളിത് എല്ലാം ചുമന്ന് മതിയായി നിങ്ങൾക്ക്. പക്ഷെ അത് നിങ്ങൾക്ക് ചുമക്കാൻ പറ്റുന്നതിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾ ചുമക്കുന്നത്.
ആ സേ നോ വെൻ ഇറ്റ്സ് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ആ കാർഡ് വന്നില്ല. എന്താ വരാത്തത് ഞാനിപ്പോൾ ആലോചിച്ചത്. നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും ആര് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെതായാലും നിങ്ങൾക്ക് സ്നേഹം വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് സ്നേഹം എങ്ങനെ പിടിച്ചു പറ്റാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ അറിവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് മറ്റുള്ളവർ പറയുന്നതെല്ലാം കേട്ട് അവർക്കനുസരിച്ച് അവരുടെ ഇംഗിതത്തിന് വഴങ്ങി ജീവിച്ചാൽ നിങ്ങൾക്ക് സ്നേഹം കിട്ടും, അവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും, സ്നേഹിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ പ്രാരാബ്ധവും നിങ്ങൾ മുതുകിൽ താങ്ങി അതും ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. മനസ്സിലായോ? ഇത് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാം. ക്ഷീണിച്ച് ആകെ മനസ്സ് മടുത്ത് ആണ് നിൽക്കുന്നത്. എന്നാലും ഒരു വിശ്വാസം, ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുമല്ലോ, ഞാനിത് എൻ്റെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. മനസ്സിലായി? അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വലിയ ചുമടെടുത്തുകൊണ്ട് നടക്കുന്നത്. ഉന്തിത്തള്ളിയാണ് കൊണ്ടുവന്ന് നോക്ക്. ഈ പേഴ്സൺ ഈ 10 wandsഉം ഉന്തിത്തള്ളിയാണ് കൊണ്ടുപോകുന്നത്. അതിലാണ് ശരിക്കും ഈ പേഴ്സൺ താങ്ങി നിൽക്കുന്നത് പോലും. മനസ്സിലാവുണ്ടോ? അതിങ്ങനെ നിരക്കിയാണ് ഈ പേഴ്സൺ. വഴി പോലും അറിയില്ല, മറച്ചിരിക്കുകയാണ്. 10 wandsഉം ആ പേഴ്സൻ്റെ കാഴ്ച മറച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗതിമുട്ടിയ ഒരു ജീവിതമാണ്. എങ്ങോട്ട് പോകണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, അറിയുന്ന കാര്യം ചെയ്യുന്നു. അതാണ് ചെയ്യുന്നത് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. 3 of Cups റിവേഴ്സാണ്. 3 of Cups റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആയിരിക്കാം. മനസ്സിലായോ? പക്ഷേ അത് സക്സസ്ഫുൾ ആകുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ വേറൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ഒരാളെ ആയിരിക്കാം ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കധികം ഫ്രണ്ട്ഷിപ്പും ഇല്ല. ഫ്രണ്ട്സിനെ എല്ലാം അകറ്റി നിർത്തിയേക്കാണ്. കാരണം നമ്മളൊരു കാര്യത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് അവിടെ റിലേഷൻഷിപ്സിന് സമയമില്ല. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ആരാണോ ഉള്ളത് അയാളാണ് കംപ്ലീറ്റ് നമ്മളുടെ ജീവിതം. വേറെ ഒരാൾക്കും നമ്മളുടെ ജീവിതത്തിൽ സ്ഥാനമില്ലാത്ത പോലെ. അപ്പോൾ ആരോടെങ്കിലും വിളിച്ച് സംസാരിക്കാനോ ഒന്നും നിങ്ങൾക്ക് സമയമില്ല, ആൾക്കാരുമില്ല. അങ്ങനത്തെ ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന ഒരാളാണ് ഫാദർ ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ വളരെ പ്ലാനിങ്ങോട് കൂടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്. ഈ പേഴ്സൻ്റെ സ്നേഹം പിടിച്ചു പറ്റണം എന്നൊരു പ്ലാൻ നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിലിപ്പോൾ നിങ്ങൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവുന്നുണ്ട്. കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. നിങ്ങൾ സമയം പോകുന്നത് അറിയാത്തത് കൊണ്ടും അത് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ടും നിങ്ങൾക്ക് പ്രായം അധികമാകുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടും നിങ്ങൾ ഇപ്പോഴും ഇതേ പ്രാരാബ്ധത്തിൽ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് മൊത്തത്തിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. ഒന്നും ക്ലാരിറ്റി ഇല്ല നിങ്ങൾക്ക്. ചിലപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാതെ ജനിച്ചവരോ അച്ഛനും അമ്മയും സ്നേഹം ലഭിക്കാതെ വളർന്ന കുട്ടികളോ ആകാം നിങ്ങൾ. അപ്പോൾ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം, പക്ഷേ അത് കറക്റ്റായ സ്ഥലത്തേക്കല്ല നമ്മൾ പോകുന്നെങ്കിൽ അത് ഇരട്ടിപ്പണിയാകും. അതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ? എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? നിങ്ങൾക്ക് ആകെ കൂടെ ഈ ഒരു ഒറ്റ ചിന്തയുള്ളൂ മനസ്സിൽ, എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആക്കണം. ഇതെങ്ങനെയെങ്കിലും കൊണ്ടുപോയി എവിടെയെങ്കിലും എത്തിക്കണം ഈ റിലേഷൻഷിപ്പ്. ഇത് സക്സസ്ഫുൾ ആക്കണം. ഇതാണ് നിങ്ങളുടെ ഒരു ചിന്ത. അപ്പം നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു കുറ്റബോധം ഉണ്ട്. കാരണം വേറൊരാളുടെ പ്രോപ്പർട്ടിയാണ് നിങ്ങൾ എടുക്കാൻ നോക്കുന്നത്. അപ്പം അതിൻ്റെതായ ഒരു കുറ്റബോധമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പേടി, ഈ റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നതായിരിക്കാം. പൊതുവേ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു എനർജി ആയിരിക്കാം. അങ്ങോട്ട് ചെന്ന് സംസാരിക്കാനോ റിലേഷൻഷിപ്പിന് അങ്ങോട്ട് ചെന്ന് ആരോടെങ്കിലും ആഗ്രഹം സ്നേഹം പറയാനൊന്നുമുള്ള ധൈര്യമില്ലാത്തൊരു എനർജി. അപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയ ഒരു എനർജിയാണിത്. അപ്പോൾ ഇത് കൈവിട്ട് കളയാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ പേഴ്സൺ വേറെ ആരുടെയോ പ്രോപ്പർട്ടിയാണ്, പക്ഷെ എന്നാലും
ഇത് എനിക്ക് വേണം, എനിക്ക് വേറെ ആരും വന്നില്ലെങ്കിലും എന്നൊരു ചിന്ത നിങ്ങൾക്ക് മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യത്തിലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. കാരണം കുറച്ചൊരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട്. എപ്പോഴും പുറകിൽ ഈ റിലേഷൻഷിപ്പിലാകുമ്പോൾ നിങ്ങൾ എപ്പോഴും പുറകിലേക്ക് തിരിഞ്ഞ് നോക്കിക്കൊണ്ടാണ് നടക്കുന്നത്. കാരണം ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ, ആരെങ്കിലും ഞാൻ ചെയ്യുന്ന ഈ കള്ളത്തരം ആരെങ്കിലും കണ്ടുപിടിക്കുന്നുണ്ടോ എന്നാണ് നിങ്ങളുടെ ചിന്ത. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് ആരുമില്ലാതെ ഞാൻ മരിച്ചു പോകുമോ, എനിക്ക് ആ ഒരു സ്നേഹം കിട്ടാതെ ഞാൻ മരിച്ചു പോകുമോ എന്നൊരു ടെൻഷനും കൂടെ നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് നശിച്ചു പോകുമോ എന്നൊരു പേടിയും കൂടെ നിങ്ങൾക്കുണ്ട്. അവസാനിക്കുമോ, ഇത് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നുമില്ല. പക്ഷേ ഇതിൽ ഉറച്ചു നിൽക്കാനും പറ്റുന്നില്ല. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആള് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരുന്നില്ല. മനസ്സിലായോ? അപ്പോൾ എങ്ങനെ ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്തെടുക്കാം എന്നതാണ് നിങ്ങളുടെ ചിന്ത. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ടാവാം, മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നമ്മളൊരു കുറ്റബോധത്തോടെ നമ്മളൊരു സിറ്റുവേഷനിൽ നിന്നിട്ട് അത് വർക്കൗട്ട് ചെയ്ത് എടുക്കാൻ നോക്കുമ്പോൾ അത് സക്സസ്ഫുൾ ആകില്ല. അത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം, എനിക്ക് ഇന്ന സാധനം വേണം. ആ മനസ്സിൻ്റെ ഉറപ്പ് അത്യാവശ്യമാണ് ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സിലൊരു കുറ്റബോധമുണ്ട്. വേറൊരാളുടെ പ്രോപ്പർട്ടി അതും ഒരു ഭാരമാണ് നിങ്ങളുടെ മുതുകിൽ. അത് ഞാൻ അടിച്ചെടുക്കാൻ നോക്കുകയാണ് എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ സ്വാർത്ഥമായിട്ട് പെരുമാറുകയാണ് ഇവിടെ. കാരണം നിങ്ങൾക്ക് വേറൊരു വഴിയുമില്ല. സ്കോർപിയോ സോഡിയാക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണ്? നിങ്ങൾക്കൊരു സോൾമേറ്റ് കണക്ഷൻ വേണം, നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് സ്നേഹിക്കാനും ഒരാൾ. അപ്പോൾ അതുപോലെ നിങ്ങളെ പൊന്നുപോലെ നോക്കുന്ന ഒരാൾ. മനസ്സിലായോ? ഇവിടെ ഒരു എന്താ പറയുക, ഈ പേഴ്സൺ നിങ്ങൾ എത്രത്തോളം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു അത്രത്തോളം ഈ പേഴ്സൺ ആഗ്രഹിക്കണമെന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. നമ്മളെ സ്നേഹം ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് പലതാണ്. ചിലർക്ക് പൈസയാണ് സ്നേഹം. ദുബായ്ക്കാരനെ വിവാഹം കഴിക്കണം, നല്ല പൈസയുള്ള ഒരാളെ വിവാഹം കഴിക്കണം, അടിച്ചു പൊളിച്ച് ജീവിക്കണം. ചിലരുടെ മനസ്സിൽ സ്നേഹം ഇതാണ്. അവിടെ സ്നേഹമല്ല, ഒരു കോംപ്രമൈസ്. അങ്ങനെ ചിലർക്ക് ഒരേ മനസ്സുള്ളവർ വേണം. പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ. ചിലർക്ക് എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൾ. ചിലപ്പോൾ ഞാൻ സ്നേഹിച്ചില്ലെങ്കിൽ പോലും എന്നെ സ്നേഹിക്കണം. അങ്ങനെ ഞാൻ പറയുന്നത് മാത്രം കേട്ട് പെരുമാറുന്ന ഒരാൾ. ആ പേഴ്സണൽ ലോകത്തിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. ഇതൊക്കെ പലതരം ക്രൈറ്റീരിയകളാണ് നമുക്കുള്ളത് മനുഷ്യർക്ക്. നിങ്ങളുടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേഴ്സൺ ആയിരിക്കണം നിങ്ങളുടെ ലോകം. മനസ്സിലായി? നിങ്ങളെ എത്രത്തോളം ആ പേഴ്സണെ സ്നേഹിക്കുന്നു അത്രത്തോളം ഈ പേഴ്സൺ സ്നേഹിക്കണം. നിങ്ങളെ സ്നേഹിക്കാൻ റെഡിയാണ്. മനസ്സിലായോ? അതുപോലെ റിലേഷൻഷിപ്പ് വളരെ സക്സസ്ഫുൾ ആകണം, വളരെ ആക്റ്റീവായിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പ്. രണ്ടുപേരും തമ്മിൽ വളരെ നല്ലോണം ഇൻറ്ററാക്ഷൻ വേണം. അതുപോലെ തന്നെ രണ്ടുപേരും നിങ്ങൾ കുറച്ച് ക്രിയേറ്റീവായ ആളായിരിക്കും, അപ്പോൾ മറ്റേ ആളും ക്രിയേറ്റീവ് ആയിരിക്കണം. നിങ്ങൾക്ക് ഐഡിയാസ് ഷെയർ ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ സോൾമേറ്റ് കണക്ഷൻ, നല്ല ലവ് ഉണ്ടാവണം, നിങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. പിന്നെ നിങ്ങളായിരിക്കണം ഈ പേഴ്സൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചോയ്സ്. ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ മനസ്സിലുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഡെവലപ്പ് ചെയ്യാനും അത് നല്ലൊരു പ്രൊഫഷനാക്കി മാറ്റാനും ഈ പേഴ്സൺ നിങ്ങളെ സഹായിക്കണമെന്ന് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായി? അതൊക്കെ കൊണ്ടിട്ടാണ് ചിലപ്പോൾ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേരായിരിക്കാം. ഈ പേഴ്സൺ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, പ്രതിഫലനം നിങ്ങളിലും വരണം. നിങ്ങൾക്കും സക്സസ്ഫുൾ ആകണം ഈ പേഴ്സൺ വഴി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആഗ്രഹം. ഇവിടെ ജെമിനായി ഭയങ്കര സ്ട്രോങ് ആണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്. അത് ഫിനാൻഷ്യൽ പ്രോഫിറ്റിന് വേണ്ടിയുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ. ഫിനാൻഷ്യൽ ഹെൽപ്പ് വേണം, ട്രൂ ലവ് ആയിരിക്കണം, സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കണം. ഇതൊക്കെയാണ്. അതുപോലെ തന്നെ രണ്ടുപേരും ക്രിയേറ്റീവ് ഇതിലുള്ളവരായിരിക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഒരു പവർ കപ്പിൾ പോലെ ആയിരിക്കണം. മാജിക് നടക്കണം. നിങ്ങൾ മീൻസ് ഭയങ്കര ഒരു മാജിക്കൽ കപ്പിളായിരിക്കണം നിങ്ങൾ. ഇതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്തത്? ഭഗവാനെ, ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്.
നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യവും കുറച്ച് അടഞ്ഞ പുസ്തകം, കുറച്ച് മിസ്റ്ററി ഉള്ളതാണ് എല്ലാവർക്കും ഇഷ്ടം. നമ്മളെല്ലാം കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോറടിക്കും, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ കുട്ടികളോ ആരും ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ ആരും ആയിക്കോട്ടെ, അവർക്ക് അറിയണ്ട. എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യം നടക്കുമ്പോൾ മാത്രം പറയുക, അതൊരു കാര്യം. പിന്നെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞല്ല അറിയണ്ട, അവരറിയണം. അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ അറിഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അതാണ് വേറൊരു കാര്യം. അപ്പം നിങ്ങൾ നിങ്ങൾക്കൊരു സീക്രട്ട് ഇല്ല, മനസ്സിലായി? അതാണ് നിങ്ങളുടെ കുഴപ്പം എന്നാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരോടും എല്ലാ കാര്യവും തുറന്ന് പറയും, വീട്ടുകാര്യം, നാട്ടുകാര്യം, നിങ്ങളുടെ പേഴ്സണൽ കാര്യം. അപ്പം നിങ്ങൾക്കൊരു വ്യത്യാസമില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ ആൾക്കാർ നിങ്ങളെ അറിയണമെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ അവരോട് പറയണമെന്നാണ്, മനസ്സിലായി? നിങ്ങൾ പീപ്പിൾ പ്ലീസറാണ്, എല്ലാവരെയും സുഖിപ്പിച്ച് നിർത്താൻ നോക്കുന്ന ഒരു എനർജിയാണ്. അത് നിങ്ങൾ ചെറുപ്പം തുടങ്ങിയുള്ള ഒരു എനർജിയാണ്, എല്ലാവരെയും സോപ്പിട്ട് നിൽക്കുന്ന ഒരു എനർജി. അങ്ങനത്തെ ഒരു എനർജി ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഉദ്ദേശം മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുക. അപ്പോൾ നിങ്ങൾ കുറച്ച് അസൂയുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇടിച്ചു താഴ്ത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ആവശ്യമില്ലാതെ ചാലഞ്ചസ് എടുക്കുക, അങ്ങനത്തെ സ്വഭാവമൊക്കെ നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരാളോട് മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈ പേഴ്സണെ കിട്ടിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും. അപ്പോൾ നിങ്ങളുടെ കണ്ണ് എപ്പോഴും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് ആരാണ് എന്നതിലാണ് നിങ്ങളുടെ കോൺസെൻട്രേഷൻ മുഴുവൻ, അതിലാണ് പോകുന്നത്. നിങ്ങൾ നിങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, നിങ്ങളത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അല്ല. നിങ്ങളുടെ കണ്ണ് എപ്പോഴും ചുറ്റും നടന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ ആരാണ്, അയാളാണോ, ഇയാളാണോ, അങ്ങനെ ഒരു പ്ലെയർ എനർജി. നിങ്ങളിപ്പോൾ ഒരു പ്ലെയർ എനർജിയാണെന്നാണ് പറയുന്നത്. അത് കുറയ്ക്കുക. രണ്ടാമത്തെ, നിങ്ങളൊന്നും ഓഫർ ചെയ്യാൻ റെഡിയല്ല. നിങ്ങൾ ഓഫർ ചെയ്യല്ല വേണ്ട, അവർ ചെയ്യുന്ന നിങ്ങൾ ഓഫർ ചെയ്യുന്നില്ല ഒന്നും. അവർക്ക് എന്താണ് ആഗ്രഹം, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളായിട്ട് അവർക്ക് ഒന്നും ഓഫർ ചെയ്യുന്നില്ല, നിങ്ങളിൽ നിന്ന് അവർക്ക് ഒന്നും കിട്ടുന്നില്ല എന്നാണ് ഇതിനർത്ഥം, മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര എന്താ പറയുക, ഫ്രീഡം ലവിങ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വേറെ, ആ പേഴ്സൺ വേറെ എന്നൊരു മൈൻഡാണ് നിങ്ങൾക്ക്, മനസ്സിലായോ? ഒന്ന് എന്ന ചിന്തയല്ല, രണ്ടാണ്. ഞാനും ആ പേഴ്സണും രണ്ടാണ്, അതെന്നും രണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ മുഴുവൻ ലവാണ്. അതാണ്, നിങ്ങൾ കൊടുക്കാൻ റെഡിയല്ല, നിങ്ങളൊന്നും ഓഫർ ചെയ്യുന്നില്ല. നിങ്ങൾ എല്ലാ കാര്യങ്ങളും വിടുവായ പറയുന്ന ഒരു എനർജിയാണ്, നിങ്ങൾ പ്ലെയർ എനർജിയാണ്. നിങ്ങൾ ആവശ്യമില്ലാതെ ഫൈറ്റ് പിക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്, മറ്റുള്ളവരോട്, ചുറ്റുമുള്ളവരോട് പെട്ടെന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്, എപ്പോഴും ഡിഫെൻസീവാണ് നിങ്ങൾ. പിന്നെ മറ്റുള്ളവരെ കളിയാക്കുന്ന ഒരു എനർജിയും കൂടെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കുറേ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളതുകൊണ്ട് നിങ്ങളത് മറ്റുള്ളവരെ കളിയാക്കും, ഇൻസൾട്ട് ചെയ്യും, ഹ്യൂമിലിയേറ്റ് ചെയ്യും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പേഴ്സണെ ആവണമെന്നില്ല, ചുറ്റുമുള്ളവരെ. ഈ പേഴ്സണെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം തെറ്റാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വളരെ പ്ലാനിങ്ങോടുകൂടി ജീവിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ, മനസ്സിലായി? പക്ഷേ നിങ്ങളുടെ പ്ലാനുകൾ നല്ലതാണോ, അത് സക്സസ്ഫുൾ ആകുമോ എന്നൊരു ചിന്ത നിങ്ങളില്ല. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണ്. അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആളും പെർഫെക്റ്റ് ആവണം എന്നൊരു എക്സ്പെക്റ്റേഷൻ നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ വിശകലനം ചെയ്ത് നോക്കണം, നിങ്ങൾ ശരിക്കും പെർഫെക്റ്റ് ആണോ? ഇവിടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. എന്നാലേ ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുള്ളൂ. ഇനി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വേണ്ടോ? സ്നേഹം, ഈ കാർഡ് ഞാൻ എടുക്കുകയാണ്, ബാക്കി കാർഡ്സൊക്കെ വിടുകയാണ്. നമുക്ക് വേറെ പിന്നെയും നോക്കാം കാർഡ്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാർഡും കൂടെ വന്നു, നോട്ടെ. അപ്പോൾ സ്നേഹം കൊടുക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ സ്നേഹം കൊടുക്കുന്നില്ല ആർക്കും. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് സ്നേഹം, പക്ഷെ നിങ്ങൾ കൊടുക്കാൻ റെഡിയല്ല ആർക്കും. നിങ്ങൾ അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ കണ്ടില്ല കേട്ടില്ല എന്നടിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആവുക. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലൈഫ് ഉയർത്തുക. അല്ലാതെ മറ്റുള്ളവരുടെ ഷെയ്ഡിൽ, ഈ കാർഡാണ് ഞാൻ പറഞ്ഞത്, ആ കാർഡാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഞാൻ എടുക്കണം പോയല്ലോ എന്ന് പറഞ്ഞ കാർഡാണിത്. അപ്പോൾ അത് വരേണ്ട കാർഡാണ്. നിങ്ങൾ സ്നേഹം കൊടുക്കണം. നിങ്ങൾ ആരെയും, നിങ്ങളുടെ മനസ്സിലുള്ള ഈ നെഗറ്റീവ് തോട്ട്സ്, മറ്റുള്ളവരെ ട്രാപ്പ് ചെയ്യാനുള്ള ആ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് തോട്ട്സാണ് നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ അത് പോസിറ്റീവ് തോട്ട്സ് ആയിട്ട് വെക്കണം എന്നാണ് പറയുന്നത്.
ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള തോട്ട്സിനെ നിങ്ങൾ ആരോടും പറയരുത്. സ്നേഹം കൊടുക്കണം, ഉള്ളിലുള്ള കാര്യങ്ങൾ, മനസ്സിലുള്ള നമ്മളുടെ എല്ലാവരുടെ മനസ്സിൽ കുറേ നിഗൂഢമായ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പുറത്ത് പറയാനേ പാടില്ല. കുറച്ചൊക്കെ സീക്രട്ട് നമ്മൾ യൂസ് ചെയ്യണം. എല്ലാവരും നല്ലത് മാത്രം ചിന്തിക്കുന്നവരാണ്, നെഗറ്റീവ് ചിന്തിക്കുന്നവരാണ്, പക്ഷെ അത് പുറത്തേക്ക് പറയരുത്. എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം. നിങ്ങൾ കൂടുതൽ കോൺഫിഡൻസ് വളർത്തിയെടുക്കുക. മറ്റുള്ളവരുടെ ഷാഡോയിൽ ജീവിക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടേതായ ഹോബീസ്, നിങ്ങളുടേതായ ഗ്രൂപ്പ്സ്, നിങ്ങളുടേതായ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, വെറുതെ നടക്കാൻ പോവുക, ഷോപ്പിങ്ങിന് ഒറ്റയ്ക്ക് പോവുക, അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നാണ്. കോൺഫിഡൻസ് വളർത്തിയെടുക്കുക. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക സ്വയം. രണ്ടാമത്തത്, നിങ്ങളൊരു സ്റ്റാർ ആയിരിക്കണം. മറ്റുള്ളവരുടെ ഈ ഷാഡോയിൽ നിൽക്കാതെ നിങ്ങളൊരു സ്റ്റാർ ആയിരിക്കണം. കുറേ ഹോപ്പും ഡിസയേഴ്സൊക്കെ മനസ്സിൽ വളർത്തിയെടുക്കുക. എനിക്ക് ഇന്നതാവണം, ഒരു എയിം വെക്കുക. ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ഇന്ന കാര്യം, ചിലപ്പോൾ ഒരു കോഴ്സിന് ചെയ്യണം, ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ്, എൻ്റെ ഒരു സ്വഭാവത്തിൽ മാറ്റം വരുത്തുക. അതൊക്കെ നിങ്ങൾ ഒരു പ്ലാനിങ്ങോടുകൂടി പോവുക. നിങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്സ്. നമ്മൾ സ്റ്റാറായി മാറുമ്പോൾ നമ്മളെല്ലാവരും അട്രാക്ട് ചെയ്യും. സ്റ്റാർ ഷൈൻ ചെയ്യും. സ്റ്റാറുകൾ എങ്ങനെയാണ്? പ്രകാശിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. അപ്പോൾ മറ്റുള്ളവർക്ക് വഴികാട്ടിയാവും. ഇതായിട്ട് മാറണം നിങ്ങളിപ്പോൾ ഷാഡോയിലാണ് നിൽക്കുന്നത്, മറ്റുള്ളവരുടെ പുറകെ നടക്കുന്ന ഒരു എനർജിയാണ്. അത് പാടില്ല. അതൊരു നെഗറ്റീവ് ഇതാണ് നിങ്ങളത് നിങ്ങളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അതിൽ നിന്ന് മാറി നിങ്ങളുടേതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുക. അത് പറയുന്നുണ്ട് കോൺഫിഡൻസ്. നിങ്ങളൊരു സ്റ്റാറായി മാറണം. ഇതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. പിന്നെ ഉള്ളത്, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇതല്ല മറ്റേത്. ഇപ്പോൾ ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നാൽ കുഴപ്പമില്ല, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല അവർ നിങ്ങൾക്കൊന്നും തരണ്ട. നമ്മൾക്ക് ആർക്കും ഒന്നും ആരും തരേണ്ട കാര്യമില്ല. ദൈവത്തിനോട് പോലും നമ്മൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ വഴക്കിടും. എന്തുകൊണ്ടാണ്? ദൈവം എന്തൊക്കെയോ നമുക്ക് ചെയ്യണം എന്നൊരു പ്രതീക്ഷയാണ്. ആരും നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് ആരും നമ്മളോട് ഉത്തരവാദിത്തമില്ല. നമുക്കാണ് നമ്മളുടെ ഉത്തരവാദിത്വം. അപ്പം നമ്മളാണ് കാര്യങ്ങൾ നടത്തിയെടുക്കുന്നത്. മനസ്സിലായി? അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ, ഒരു സംതൃപ്തി ഇല്ലായ്മ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് സംതൃപ്തി ഉണ്ട് എന്ന് നിങ്ങൾ ആക്കിയെടുക്കും. മീൻസ് ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഇത് വേണം. ഒരു ഇന്നർ ജോയ്. ഞാൻ ഇന്ന ആളാണ്, ഞാൻ എങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഇന്ന കഴിവുകൾ. നിങ്ങൾക്കൊന്നും കഴിവില്ലെന്നാണ് നിങ്ങളുടെ വിചാരം. മനസ്സിലായി? നിങ്ങൾക്ക് കുറേ കഴിവുകൾ. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ തന്നെ നിങ്ങളുടെ ഈ ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു എന്താ പറയുക, നടന്നു പോകുമ്പോൾ തട്ടി വീഴുമ്പോൾ നമ്മൾ അയ്യോ എന്തൊരു കഷ്ടമാണെന്ന് പറയും. പക്ഷേ അപ്പോൾ ഒരാളൊരു കല്ലെറിയുമ്പോഴാണ് നിങ്ങൾ തട്ടി വീണെങ്കിൽ ആ കല്ല് നിങ്ങളെ തൊടാണ്ട് അത് പോയി. തട്ടി വീണു, പക്ഷെ നിങ്ങൾക്കൊന്നും പറ്റിയില്ല, നിങ്ങൾ എഴുന്നേറ്റു. പക്ഷേക്ക് നിങ്ങളെ എറിഞ്ഞ ആ കല്ല് പോയി, നിങ്ങൾക്ക് കൊണ്ടില്ല. അവിടെ ഒരു പോസിറ്റീവ് സൈഡ്. പക്ഷെ നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾ വീഴുന്ന മാത്രമേ കാണുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ ജീവിതത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് നടക്കുന്നുണ്ട് അതിന് പുറകെ എന്നൊരു വിശ്വാസം വളർത്തിയെടുക്കുക. എല്ലാം നല്ലതിനാണ് വരുന്നത് എന്നൊരു വിശ്വാസം വളർത്തിയെടുക്കുക. അവസാനത്തെ കാര്യം, നിങ്ങൾ ഭയങ്കര സെൽഫിഷായിട്ട് പെരുമാറുന്ന ഒരു എനർജിയാണെന്ന് പറയാം. അപ്പോൾ ഇത് പോസിറ്റീവ് ഇതിലേക്ക് വരിക. നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല എന്നൊരു ചിന്തയാണ്. ചിലപ്പോൾ നിങ്ങൾ നിറയെ പൈസയുള്ള, നല്ല ജോലിയിലുള്ള, വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഈ പോസിറ്റീവ് കാര്യങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ല. അപ്പം മൊത്തത്തിൽ ഒരു പോസിറ്റീവ്, എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ ശ്രമിക്കുക. ഒരാളെ അല്ല, നമ്മളോ എല്ലാ എനർജിയും കൂടെ ഒരാളിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് പ്രശ്നങ്ങൾ. നമുക്ക് ഒരു 100 ലോകത്തിനെ സ്നേഹിക്കുക, നേച്ചറിനെ സ്നേഹിക്കുക, നമ്മളുടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുക, മനസ്സിലായി? അംഗീകരിക്കുക. അതൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലവ് അട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇപ്പം നിങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ടാണ് ക്ലെൻസ് ചെയ്യണമെന്ന് പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങളെ മൊത്തത്തിൽ ക്ലെൻസ് ചെയ്യുമ്പോൾ, നമ്മൾ മരുന്ന് കഴിച്ച് ക്ലെൻസ് ചെയ്യാൻ പറ്റുന്നതല്ല. ആദ്യം നമ്മുടെ മനസ്സാണ് നമ്മൾ ക്ലെൻസ് ചെയ്യേണ്ടത്. നമ്മളുടെ കോൺഫിഡൻസ് വളരുക, നമ്മൾ ജ്ഞാനം ഉണ്ടാക്കിയെടുക്കുക. അപ്പോഴാണ് നമ്മൾ പുറത്തിറങ്ങി നടക്കുക, പറ്റുമെങ്കിൽ യാത്ര ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ പല വ്യത്യാസങ്ങൾ വരും. അതാണ് പറയുന്നത്. അപ്പം മാത്രമേ നിങ്ങൾക്ക് സ്നേഹം, മറ്റുള്ളവരുടെ സ്നേഹം, അല്ലെങ്കിൽ സ്നേഹം എന്ന സോൾമേറ്റ് കണക്ഷനൊക്കെ വരണമെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിലോ, അല്ലേ? സോൾമേറ്റ് വേറെ രാജ്യത്തിലാണെങ്കിലും, നമ്മളെല്ലാം നമ്മളെ ഇട്ടാവട്ടത്താണ് സോൾമേറ്റിനെ ശ്രദ്ധിക്കുന്നത്. നമ്മളുടെ സോൾമേറ്റ് പുറത്താണെങ്കിലും വേറെ രാജ്യത്താണെങ്കിലും
അല്ലേ? നമ്മൾ യാത്ര ചെയ്യുക, യാത്ര ചെയ്യുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് പലരും വരുന്നത്. അപ്പോൾ സോൾമേറ്റും ചിലപ്പോൾ അങ്ങനെയായിരിക്കും വരുന്നത്. നിങ്ങൾ ഈ ഒരേ ഒരു ആളുടെ ചുറ്റും കിടന്ന് ഈ ഓടുന്നത് കൊണ്ടാണ്. അത് വിട്ടുകളയുക. ഇപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ പേഴ്സൺ നിങ്ങൾക്ക് വിധിച്ചിട്ടില്ല എന്ന്. അപ്പം അത് വിട്ടുകളയുക. നിങ്ങളുടെ സ്നേഹം വരാൻ പോകുന്നേ ഉള്ളൂ. അതിന് തിരിച്ചറിവിന് നിങ്ങൾ ഈ കുണ്ടലിനി യോഗ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് കാർഡിൻ്റെ റീഡിങ് കേട്ടോ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കാർഡ് സെലക്ട് ചെയ്തവർക്ക് സ്നേഹം എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം, ഇതാണ് ചെയ്യേണ്ടത് നിങ്ങൾ. അപ്പോൾ ടോറസ് ലീബ്ര ഉണ്ട്, അവിടെ അക്വേറിയസ് ഉണ്ട്, പിന്നെ Cancer, Scorpio, Gemini, എനർജി ഡ്രെയിൻ ആയ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ് നമ്മളവിടെ നിർത്തുകയാണ്. രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭഗവാനെ സ്നേഹം എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം അതിനെക്കുറിച്ചിട്ടാണ് റീഡിങ്. അതിനനുസരിച്ചിട്ടുള്ള ഓറക്കൽ മെസ്സേജ് തരുന്നത്. ഭഗവാനെ നല്ല മഴയാണ്. ഒരു ശബ്ദം കൂടെ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് ആണത്. ഒരു കാർഡ് വീണപ്പോൾ എടുക്കാൻ നോക്കിയതാണ് കണ്ടത്. അപ്പോൾ എല്ലാവരും കൂടെ വന്നു. ഓക്കെ, ഞാൻ എടുക്കുകയാണ് ഈ കാർഡ്സ് എല്ലാം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളായിരിക്കും. ലോർഡ് ഗണേശ, എംബ്രേസിങ് എ ഫ്രഷ് സ്റ്റാർട്ട്. രണ്ടാമത്തെ ഒരു പുതിയ തുടക്കം. എംബ്രേസ് ദ പ്രോസ്പെക്ട് ഓഫ് എ ഫ്രഷ് ബിഗിനിങ്, ഒരു പുതിയ ബിഗിനിങ്. അതിന് സമയമായിട്ടുണ്ട്. നിങ്ങൾ പ്രശ്നങ്ങൾ, വിഘ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹെൽപ്പിംഗ് ഹാൻഡ്, നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ അവരിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരാൻ പോകുന്നുണ്ട്, ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട്. അത് ചിലപ്പോൾ അത് നല്ലതും ചീത്തയുമായ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ മെഡിറ്റേഷൻ, അതിനെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകാൻ ഇടയാവുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അങ്ങോട്ട് പോകാനായിട്ട്. പക്ഷേ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം മുമ്പോട്ട് പോകാനെന്ന് പറയുന്നുണ്ട്. പിന്നെ അഡിക്ഷൻ, നിങ്ങൾ എന്തൊക്കെയോ അഡിക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്, ആരോടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തോടൊക്കെ അഡിക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഉള്ളത് ഡിവൈൻ ഗൈഡൻസ്. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു സിക്സ്ത് സെൻസ് നമ്മളുടെ വർക്ക് ചെയ്യും. നമ്മൾക്കൊരു തോന്നലുകൾ, നമ്മളുടെ മനസാക്ഷി നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയും, നമ്മുടെ മനസ്സിലോരോ തോന്നലുകൾ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ആ ഒരു ബോധം വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശബ്ദമായിട്ടും പ്രകാശമായിട്ടെല്ലാം ദൈവം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് വഴി കാണിച്ചു തരണം, വഴി കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ആ വഴി ദൈവം കാണിച്ചു തരുന്നതാണെങ്കിലും ഇന്നതാണ് വഴി എന്നും മനസ്സിലാക്കാനുള്ള ഒരു ബോധം നമ്മളുടെ ഉള്ളിൽ വേണം. അതില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വളർത്തിയെടുക്കുക. പ്രാർത്ഥന, നമ്മൾ ഒരാളോട് ഒരു കാര്യം ചോദിക്കും. ഇപ്പം നമ്മൾ ഇതിപ്പോൾ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരാളോട് പ്രാർത്ഥിച്ചു. ഇപ്പം ഞാൻ ഹിന്ദുവാണ്, ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് കാര്യം നടക്കുന്നില്ല, ഒരാഴ്ചയായിട്ട് ഞാൻ നോക്കിയിട്ട് കാര്യം നടക്കുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, പള്ളിയിലേക്ക് പോകും. ആൾക്കാരെന്തോ പറഞ്ഞു, ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ നടക്കും. ഞാൻ ആ പള്ളിയുടെ പുറകെ പോവുകയാണ്. അവിടെ നിന്നും എനിക്ക് ആ പ്രതീക്ഷിച്ച സമയത്ത് കാര്യം നടക്കുന്നില്ല. ഞാൻ വേഗം വേറെ ആരെങ്കിലും പോകും, ആരുടെ അടുത്തെങ്കിലും പോയിട്ട് ബ്ലാക്ക് മാജിക്ക് ചെയ്യാൻ പോകും, അത് ചെയ്യും. അപ്പം നമ്മളുടെ എനർജി സ്കാറ്റേർഡാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ആരിലും വിശ്വാസമില്ല, നടക്കില്ല എന്ന് തന്നെ വിശ്വാസത്തിലാണ് നമ്മൾ പ്രാർത്ഥന. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരാളിൽ ഉറച്ചു നിൽക്കാതെ പലരിലേക്ക് പോകുന്നത്. അത് പാടില്ല. നമ്മൾ ഒരാളോട് പ്രാർത്ഥിക്കുമ്പം അയാളുടെ അടുത്ത് നിന്ന് ദൈവമാണത്, സമയമായിട്ടില്ലായിരിക്കാം. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പം അവിടെ ആ പ്രാർത്ഥിക്കുന്ന ആൾ നമുക്ക് കാര്യം നടത്തി തരുമെന്നൊരു വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴേ ആ കാര്യം ആ ആൾ നടത്തി തരുള്ളൂ. മനസ്സിലായി? അല്ലാതെ നമ്മൾ അങ്ങോട്ടോടി ഇങ്ങോട്ടോടിയുമ്പോൾ
നമുക്ക് വിശ്വാസമില്ല. നമ്മളുടെ വിശ്വാസമാണ് നമ്മൾക്ക് കാര്യങ്ങൾ നേടിത്തരുന്നത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് കാര്യങ്ങൾ നടക്കും. വിശ്വാസമില്ലാത്തവർക്ക് ഒന്നും കിട്ടില്ല. അവർക്ക് സാധാരണ പോലെ നടക്കുകയുള്ളൂ. മനസ്സിലായോ? അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഓടി നടക്കാതെ സ്വയം വിശ്വസിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്ന ആൾ എനിക്ക് കാര്യം നടത്തിത്തരുമെന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. 3 of Wands റിവേഴ്സാണ്. ഇവിടെ പ്രതീക്ഷയില്ലാത്ത പോലെ, ഒരു പ്രതീക്ഷയില്ല എന്നൊരു സിറ്റുവേഷനാണ് നിങ്ങളുടെ എനർജി കാണിക്കുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. നിങ്ങൾക്കൊരു പ്രതീക്ഷയില്ലാത്ത പോലെ, എല്ലാ പ്രതീക്ഷയും കൈവിട്ടു. ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യായിരുന്നു, ഒന്നും നടന്നില്ല, ഇനിയിപ്പോൾ ഇത്രയും പ്രായമൊക്കെ ആയി, ഇത്രയും ആയി, ഇനിയിപ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്ത. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ ആളുകൾ വന്നു, എന്നിട്ട് അവരെല്ലാം പോയി, അല്ലെങ്കിൽ ഞാൻ പലരെ ഉപേക്ഷിച്ചു, ഇനി ഒന്നും പോസിബിൾ അല്ല, ഇത്രയൊക്കെ ആയില്ലേ, ഇനി എന്ത് നടക്കാനാ എന്നൊരു നിരാശ ഇവിടെ ഉള്ള പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും നിരാശ. ഒട്ടും എനർജി എല്ലാം ചോർന്ന് പോയതുപോലെ, എന്നാലും ഉള്ളിൽ മോഹങ്ങൾ മുരടിച്ചു, മോതിരക്കൈ മുരടിച്ചു, മനസ്സ് മാത്രം മുരടിച്ചിട്ടില്ല എന്ന ഒരു ഇതാണ്. ആ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകത കാണിക്കുന്നതെന്ന് വെച്ചാൽ, നൈറ്റ് ഓഫ് കപ്സിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ക്രിയേറ്റീവ് എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയ ഒരു എനർജി. ക്രിയേറ്റീവാണ്, ഇമോഷണലാണ്. അപ്പോൾ എന്ത് പറ്റുകയെന്ന് വെച്ചാൽ ക്ഷമയില്ലാത്തൊരു എനർജിയാണ്. ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരാളോട് എനിക്ക് ഒരാളെ ഇഷ്ടമാണ് എന്ന് ഞാൻ ഒരാളോട് പറഞ്ഞു, അയാൾക്ക് അത് ആലോചിച്ച് അതിനൊരു കാരണം ഇതൊക്കെ വളരെ സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയ കാര്യമാണ്. ഒരാൾ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമാണ് എന്ന് പറയുന്നല്ല. അയാൾ ആലോചിച്ച് പറയാമെന്ന് പറയുമ്പോൾ അയാൾക്ക് ഇഷ്ടമില്ല എന്നല്ല അർത്ഥം. അയാൾക്ക് ആലോചിക്കാൻ, കാരണം അയാൾക്ക് ഫ്യൂച്ചർ ആലോചിക്കണം. ഇതൊരു ലൈഫ് ലോങ്, ചിലപ്പോൾ അയാൾക്ക് ഇത് ലൈഫായിരിക്കാം. സ്നേഹം, ഒരു റിലേഷൻഷിപ്പ് ചിലർക്ക് ജീവിതമാണ്, ചിലർക്ക് ജീവിതമല്ല. നടന്നാൽ കിട്ടിപ്പോയാൽ പോയി. അതാണ് ചിലർക്ക്. നിങ്ങൾക്ക് അതാണ് റിലേഷൻഷിപ്പ്, കിട്ടിപ്പോയാൽ പോയി. പക്ഷെ നിങ്ങൾ ചെന്ന് പറയുന്ന ആൾ ചിലപ്പോൾ ആ പേഴ്സൻ്റെ ജീവിതമായിരിക്കാം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഞാൻ അതിൽ പ്രിപ്പയർഡ് ആണോ, എനിക്ക് അതിനുള്ള പൈസയുണ്ടോ, പ്രാപ്തിയായിട്ടുണ്ട്, ഇതൊക്കെ ആ പേഴ്സൺ ആലോചിക്കണം. അത് വളരെ വ്യക്തിത്വമുള്ള ഒരു എനർജി ആയിരിക്കാം. അപ്പം നിങ്ങൾ ചേർന്ന് കയറിയിട്ടുള്ള, നിങ്ങളെ റിജക്റ്റ് ചെയ്തെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല, നോ ആയിരിക്കും അയാളുടെ മനസ്സിൽ, അതുകൊണ്ട് ഞാൻ ഇനി വെയിറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോന്നിട്ടുള്ള റിലേഷൻഷിപ്പിൽ മിക്കവരും നിങ്ങളെ ശരിക്കും ആഗ്രഹിച്ചിട്ടുള്ളവരായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ക്ഷമയില്ലായ്മ കൊണ്ട് നിങ്ങൾക്ക് പല റിലേഷൻഷിപ്പും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് മാത്രം ചിന്തിക്കുന്നത്, ഇടയ്ക്ക് മറ്റുള്ളവർക്കും കൂടെ സമയം കൊടുക്കുക. മനസ്സിലായി? അവരാലോചിച്ച് തീരുമാനിക്കട്ടെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് അങ്ങനെ പറഞ്ഞിട്ട് അയാൾ 2 ദിവസമായിട്ട് ഒരു റെസ്പോൺസും തരുന്നില്ലെങ്കിലോ, വെറുതെ ബോറായി, നാണക്കേടായി എന്ന് പറയാൻ വിട്ട് കളയാം. അപ്പോൾ നമ്മളെ ഈഗോ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അയാൾ നമ്മളൊക്കെ അന്വേഷിച്ച് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല, കുറേ നാൾ നടക്കട്ടെ, അങ്ങനെ അവിടെ ഒരു ഈഗോ വന്നു. പക്ഷേ ആ പേഴ്സൺ അതിന് ക്ഷമയില്ല. ആ പേഴ്സൺ അതിന് മീൻസ് ആ പേഴ്സൺ വന്ന് പറയാൻ ആഗ്രഹിച്ചെങ്കിൽ നിങ്ങൾ ഈഗോ കാണിക്കുമ്പോൾ ഇത് വേർത്തല്ല എന്നൊരു ചിന്ത ആ പേഴ്സൻ്റെ മനസ്സിൽ നിന്ന് വന്നിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ടിയിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനർജി നിരാശയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നോക്കുന്നത്? നമ്മൾക്ക് കടയിൽ പോയി പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സ്നേഹം. അത് എന്താ പറയുക, അത് ഒരു ദൈവാനുഗ്രഹമാണെന്ന് ഞാൻ പറയുള്ളൂ. എല്ലാവർക്കും സ്നേഹം കിട്ടില്ല. എല്ലാവർക്കും നമ്മളെ സ്നേഹിക്കുന്ന ആളെ, അല്ലെങ്കിൽ 90% എങ്കിലും പെർഫെക്റ്റ് ആയ ഒരു റിലേഷൻഷിപ്പ് കിട്ടുക എന്നുള്ളൊരു ദൈവഭാഗ്യമാണ്. 100% റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ലോകത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. കാരണം പെർഫെക്ഷൻ എന്നുള്ളൊരു കാര്യം ലോകത്ത് അംഗീകരിക്കില്ല. ഒന്നും പെർഫെക്റ്റ് അല്ല ലോകത്ത്. എല്ലാത്തിനും ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ടാവും, എന്നാലേ അത് ലാസ്റ്റ് ചെയ്യുള്ളൂ.
അപ്പോൾ 90% എങ്കിലും പോസിറ്റീവായ നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണെങ്കിൽ ഭാഗ്യവതിയാണെന്ന് പറയാം. മനസ്സിലായി? അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾ ഭയങ്കര നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണ്. നിങ്ങൾ ആ ചിന്തകൾ നിങ്ങൾക്ക് ഭയങ്കര ഭാരമായിട്ട് മാറുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തന്നെ നിങ്ങളുടെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളെ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. അവർക്ക് ഒരാളോട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരാളോട് സ്നേഹം പറയുമ്പോൾ ആ പേഴ്സൺ ആലോചിച്ച് തീരുമാനിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഇതില്ല. ഇപ്പം പറയണം എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ മനസ്സിൽ. ഇപ്പം പറയണം, ഇതിലേക്ക് ഇത്ര വലിയ ആലോചിക്കാനെന്താ, ഇപ്പം പറയണം എന്നൊരു ചിന്തയാണ്. അത് കിട്ടിയില്ലെങ്കിലോ നിങ്ങൾ വേറെ ആളുടെ അടുത്തേക്ക് പോകും. അതാണ് നിങ്ങളുടെ ജീവിത ശൈലി. അതാണ് നിങ്ങൾ ഇപ്പോഴും തുടരുന്നത്. നിങ്ങൾക്ക് വിശ്വാസമില്ല സ്നേഹത്തിൽ. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങളാരും സ്നേഹിക്കില്ല, എനിക്ക് സ്നേഹം കിട്ടാൻ യോഗമില്ല, എനിക്ക് വിശ്വാസമില്ലാതെ സ്നേഹത്തിൽ. അതാണ് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ പറയുമ്പോൾ ശരിക്കും നിങ്ങൾ ആലോചിക്കേണ്ടത് അതാണോ നിങ്ങളുടെ എക്സ്പീരിയൻസ്? നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലാണ് ഈ ചിന്തകൾ. അതാണ് നിങ്ങൾക്ക് ഭാരം. ഈ നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങൾക്ക് ഭാരമായിട്ട് വരുന്നത്. പക്ഷേ അത് നിങ്ങൾ മനസ്സിൽ അടക്കി വെക്കുകയാണ്. ആ നെഗറ്റീവ് ചിന്തകളെ നിങ്ങൾ മാറ്റുന്നില്ല, അത് പോസിറ്റീവായിട്ട് കൊണ്ട് നിങ്ങളത് മനസ്സിൽ അടക്കിയിട്ട് ഒരെണ്ണം കിട്ടിയില്ല, ഇനി വേറെ നോക്കാം. അപ്പം നിങ്ങൾക്ക് പൊതുവേ ഒരു പ്ലെയർ ആണ്, ഉഴപ്പാണ്, എല്ലാവരുടെയും പുറകെ നടക്കുന്ന ഒരാളാണെന്നൊരു ഇംപ്രഷൻ ആൾക്കാർക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം നിങ്ങളോട് ശരിക്കും ഇഷ്ടമുള്ളവരും നിങ്ങൾക്ക് സ്നേഹം തരാൻ മടിക്കും. കാരണം നാളെ ഇട്ടിട്ട് പോയാലോ, ആ ഒരു ചിന്ത. എല്ലാവർക്കും പേടിയുണ്ട്, ഉപേക്ഷിക്കപ്പെടുമെന്നൊരു പേടി എല്ലാവരുടെ മനസ്സിലുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല. പക്ഷെ നിങ്ങളുടെ പ്രതികരണം അല്ലെങ്കിൽ നിങ്ങളുടെ പൊതുവെയുള്ളൊരു സ്വഭാവം ഇങ്ങനെയാണ് ഒരു ഇംപ്രഷൻ ആൾക്കാർക്ക് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോവില്ലേ? നിങ്ങൾ സീരിയസ് അല്ല എന്നൊരു ചിന്ത അവർക്ക് വരും. അപ്പം നിങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പിൻ്റെ പുറകെ പോകും. അപ്പം നിങ്ങൾക്കത് ഭയങ്കര സ്ട്രെസ്സാണ്, ഭയങ്കര വെപ്രാളമാണ്. മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്ക് മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആശയുണ്ട്, പിന്നെ ഒരു എന്താ പറയുക വിശ്വാസമൊക്കെ വളർത്തിയെടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വളരെ പാഷനറ്റ് ആയിട്ടൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴും അവിടെയും നെഗറ്റീവ് ചിന്ത വരുന്നുണ്ട്. നിങ്ങൾ എന്നാലും ചതിക്കുമോ, ബിട്രേ ചെയ്യുമോ, ചേന, ഇത് നെഗറ്റീവാണ്. മൊത്തത്തിൽ നെഗറ്റീവ് ചിന്തകളാണ്. അതിന് സ്ട്രെസ്സും ഉണ്ട്. നിങ്ങളുടെ ആഗ്രഹം പുതിയൊരു പാഷനറ്റ് റിലേഷൻഷിപ്പ് വേണം. അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക പ്രതീക്ഷിക്കണം, എനിക്ക് പ്രതീക്ഷ വേണം, എനിക്ക് ആശ വേണം, ഞാൻ നിരാശയാവാൻ പാടില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെ എന്നാലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാതെ നിങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഇവരെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അവിടെയാണ് നിങ്ങൾ ആലോചിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അവിടെ അത് ആലോചിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ചില സമയത്ത് എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഒരാൾ നിങ്ങളോട് നോ പറയുമെന്നൊരു പേടിയുള്ളതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ അവരോട് നോ പറയും, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അവർ ചതിക്കും. മനസ്സിലാവുണ്ടോ? ഇവന് വേറെ ആരെങ്കിലുമായിട്ട് അല്ലെങ്കിൽ ഇവൾക്ക് വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പോ? അങ്ങനെ പറ്റില്ല, അവൾ എന്നോട് വന്ന് പറയുന്നതിന് മുമ്പേ ഞാൻ ഇവളെ ചീറ്റ് ചെയ്യും. മനസ്സിലായി? അങ്ങനെയുള്ള ഒരു എനർജിയും കൂടെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നെഗറ്റീവ് ഇതുള്ള കൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുന്നതും ഈ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതും. പക്ഷേ അത് ജനറലി ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന നിങ്ങളെക്കുറിച്ചുള്ള ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അതാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് അത്ര നല്ല അഭിപ്രായം, അത് നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്നിട്ടാണ്. നിങ്ങളൊന്നും ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങൾ ഈ പബ്ലിക്കിനെ കാണിക്കുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ആൾക്കാർ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടാക്കുന്നത്. ശരിക്കും നിങ്ങളൊന്നും അനാവശ്യമായിട്ട് ചെയ്യുന്നില്ല. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്നെ മനസ്സിലാക്കി ഒരാൾ വരണം, എൻ്റെ സ്വഭാവങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന, എന്നെ മനസ്സിലാക്കുന്ന, മറ്റുള്ളവർ പറയുന്നതിൽ ഒരു കഴമ്പും ഇല്ല, ഞാൻ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളല്ല എന്ന് എന്നെ മനസ്സിലാക്കുന്ന ഒരു എനർജി വരണം. ആ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു അച്ഛനെ പോലെയാണോ അല്ലെങ്കിൽ അമ്മയെ പോലെ ആവണം എന്നാണ് വരുന്നത് വെച്ചാൽ നമ്മളുടെ തെറ്റുകൾ ക്ഷമിക്കാനും സഹിക്കാനും കഴിവുള്ളവരാണ് നമ്മളുടെ അച്ഛനമ്മമാർ. അതിനപ്പുറം വേറെ ആരുമില്ല. അപ്പോൾ അതാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ. നിങ്ങളെ തെറ്റ് ചെയ്താലും നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളെ ശിക്ഷിച്ചാലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ നാണം കെടുത്താത്ത, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കണം നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ എന്നാണ് നിങ്ങളുടെ ഒരു മനസ്സിൽ. അതുപോലെ തന്നെ നിങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളായിരിക്കണം.
ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിച്ച് പോകാൻ പാടില്ല. അത് നിങ്ങളുടെ ഒരു ആഗ്രഹമാണ്, നിങ്ങളിൽ സ്റ്റക്ക് ആവണം. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കാനും അതറിഞ്ഞു പെരുമാറാനും കഴിവുള്ള ഒരാളായിരിക്കണം നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ എന്ന് നിങ്ങൾക്ക് ഇതുണ്ട്. അതുപോലെ തന്നെ ആ ആള് വളരെ സ്ട്രോങ് ആയിരിക്കണം. നിങ്ങൾ എന്തൊക്കെ ഇതുവരെ നിങ്ങൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ, നെഗറ്റീവ് പോസിറ്റീവ് എന്തും ആയിക്കോട്ടെ, ഓരോ സാഹചര്യത്തിൽ നിങ്ങൾ ജീവിച്ച ജീവിത രീതി, ആ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനും അതിനു വേണ്ടി മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉള്ള, കോൺഫിഡൻസ് ഉള്ള, വളരെ ധൈര്യമുള്ള ഒരാളായിരിക്കണം നിങ്ങളുടെ. അതുപോലെ കാണാനും മോശമാവരുത്, നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള, നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഒരാൾ ആരെങ്കിലും, ഇതൊരു എംപറർ ഏരീസ് ആണിത്, ഇത് അക്വേറിയസ് ലിബ്ര ജെമിനി ആണ്, ഇത് ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണ്. ഇപ്പം 2 ക്വീൻ കാണിക്കുന്നുണ്ട്, മാരീഡായ 2 പേരും ഒരു വളരെയധികം പ്രായമായ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള ഒരു മെച്യൂർഡായ ഒരു മെയിൽ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും അത് പറഞ്ഞതാണ് നിങ്ങളോട് ഞാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ. എന്താണ് ചെയ്യേണ്ടാത്തത്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് റിലേഷൻഷിപ്പിൽ? ഓക്കെ, നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? അങ്ങോട്ട് കയറി ഒന്നും എക്സ്ട്രാ ഓഫർ ചെയ്യരുത്, മനസ്സിലാവണ്ടോ? നിങ്ങളൊരു റിലേഷൻഷിപ്പ് പതുക്കെ ഡെവലപ്പ് ചെയ്യട്ടെ. അങ്ങോട്ട് കയറി ഞാനിത് ചെയ്യാം, അവർ പറയുന്നത് എല്ലാം ചെയ്യാം, അങ്ങനത്തെ ഒരു ഓഫർ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഈഗോ പാടില്ല, മനസ്സിലാവും? ഈഗോ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും, കാരണം നിങ്ങൾ വിചാരിക്കുന്നത് ഈ പേഴ്സൺ നാളെ ഇട്ടിട്ട് പോകും, അപ്പം അങ്ങനെ പാടില്ല, ഞാൻ അതിനു മുമ്പ് പോകും, അങ്ങനത്തെ ഒരു പാടില്ല. അതുപോലെ തന്നെ ഓവറായിട്ട് അവരോട് നിങ്ങളുടെ പൈസ കുറിച്ച് പറയാനോ, നിങ്ങളുടെ ജീവിത രീതി എനിക്കിഷ്ടപോലെ ചിലരെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കും. എനിക്ക് അങ്ങനെ മറ്റേ ആളായിട്ട്, പ്രൈം മിനിസ്റ്ററായിട്ട് എൻ്റെ ഫാമിലി, എൻ്റെ ഡാഡി ഫ്രണ്ട്ലി ആണ്, അംബാനിയായിട്ട് അതാണ്, മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? സിനിമാ നടന്മാരായിട്ട് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലി എന്നൊക്കെ പറഞ്ഞ് ഇമ്പ്രസ് ചെയ്യാൻ നോക്കും. അത് ചെയ്യാൻ പാടില്ല നിങ്ങൾ. അതുപോലെ തന്നെ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനും നോക്കരുത്. അവരുടെ അഭിപ്രായം പറയട്ടെ. അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ ഓക്കെ നിങ്ങളാണ് എൻ്റെ ബെസ്റ്റ്, ട്വിൻ ഫ്ലെയിം കണക്ഷൻ, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ പണ്ടെങ്ങോ പരിചയപ്പെട്ട പോലെ എന്നൊക്കെയുള്ള ജാടൻ ഡയലോഗ്സ് ഇല്ലേ, അതൊന്നും പറയാൻ പാടില്ല. പിന്നെ ഒരു കാര്യം, ഇത് തുടങ്ങുമ്പോൾ തന്നെ ഇത് ഡിസപ്പോയിൻമെൻറ്റിലേക്കാണ് പോകുന്നത്, ഇത് ശരിയാവില്ല, മനസ്സിലായോ? ഭയങ്കര ഒരു, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റിലുള്ള എനർജി, നെഗറ്റീവ് എനർജീസ് നിങ്ങൾ പുതിയ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരരുത്. ഒരു റിലേഷൻഷിപ്പ്, ഏത് റിലേഷൻഷിപ്പ് ആകുമ്പോൾ അതൊരു ഫ്രഷ് സ്റ്റാർട്ട് ആയിരിക്കണം, അല്ലാതെ പഴയ എനർജിയും കൊണ്ട് അതിനകത്തേക്ക് വരരുത്. പാസ്റ്റിൽ സ്റ്റക്കായിട്ട് റിലേഷൻഷിപ്പിലേക്ക് കയറരുതെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ടോറസ് ലീബ്ര ആണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഓക്കെ, നിങ്ങളുടെ സ്വഭാവം പോസിറ്റീവ് ഒരു എനർജിയിലേക്ക് കൊണ്ടുവരിക. കുറച്ചും കൂടെ സ്ട്രെസ്സൊക്കെ മാറ്റിയിട്ട്, അതിന് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്, ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ നിരാശയിലേക്ക് പോകാനുള്ളൊരു മനസ്സ് വരുമ്പോൾ നിങ്ങളൊരു പ്ലാനിങ്ങിലേക്ക് പോകുക, മനസ്സിലായോ? അപ്പോൾ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് നിങ്ങളൊരു യാത്ര പോവുക, എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെയും നെഗറ്റീവ് ഇതിലേക്ക് പോകാൻ നോക്കും. അപ്പോൾ അത് പാടില്ല. നിങ്ങൾ ട്രാവൽ ചെയ്യണം എന്നാണ് പറഞ്ഞത്. കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ബ്രേക്കായി, നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസ് അത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾ പുതിയ പ്ലാനിങ് തുടങ്ങുക എന്നാണ് പറയുന്നത്. എന്നിട്ടേ ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് കയറാൻ പാടുള്ളൂ. അതല്ലാതെ ഈ നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജിയുടെ അത് മൊത്തത്തിലാണ് നിങ്ങൾ ചെന്ന് കയറുമ്പോൾ, ഈ നെഗറ്റിവിറ്റി കൊണ്ട് കയറുമ്പോൾ ഒരു പോസിറ്റീവായ സിറ്റുവേഷൻ അതും നെഗറ്റീവായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്കത് നെഗറ്റീവ് മാറി പോസിറ്റീവായിട്ട് വരാനുള്ള സമയം കൊടുക്കാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഇല്ലാത്തതുകൊണ്ട് ആ നെഗറ്റീവ് എനർജി തന്നെ നിങ്ങൾ ഇറങ്ങും പുറത്തേക്ക്, മനസ്സിലാവും? ചീറ്റ് ചെയ്യുക, ചതിക്കുക, വഞ്ചിക്കുക, ചീത്ത പറയുക, വഴക്കിടുക, അബ്യൂസ് ചെയ്യുക, അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇറങ്ങും. പിന്നെ അതേ എനർജിയിൽ അടുത്ത റിലേഷൻഷിപ്പ്, അത് പാടില്ല എന്നാണ് പറഞ്ഞത്. ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയാൽ നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക, പിന്നെ ഒരു റിലേഷൻഷിപ്പിലും ചെന്ന് കയറരുത്. കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് മനസ്സൊക്കെ ഒന്ന് സ്വസ്ഥമാക്കിയിട്ട് നിങ്ങൾ എന്താ പറയുക, ട്രാവൽ ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്ലാനിങ് തുടങ്ങാൻ പാടുള്ളൂ. കയറി ഇറങ്ങി പോകാൻ ഇത് ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻ്റ് അല്ല, മനസ്സിലായി? ജീവിതമാണ്, സൂക്ഷിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം
അപ്പം അതാണ് ഇവിടെ നമ്മൾ സോഡിയാക് സയൻസ് എല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി രണ്ടാമത് പറയേണ്ട കാര്യമില്ല. അപ്പം ഞാനിനി മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ റീഡിങ്ങിൻ്റെ കാർഡ് എടുക്കാൻ നമുക്ക് ഭവാനി. ഓക്കെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ് ഭവാനി. ഓക്കെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. അയ്യോ, കറണ്ട് പോയി അതിൻ്റെ ഇടയിൽ. അതെ, നല്ല കാറ്റാകുമ്പോൾ ഇവിടെ കറണ്ട് ഓഫ് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ആവണമെന്നില്ല. ഭവാനി ശിവായ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്, അവർ സ്നേഹം എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം അവർക്ക്, അതാണ് നമ്മൾ നോക്കുന്നത് ഭവാനി. അപ്പോൾ അതിനനുസരിച്ചുള്ള റീഡിങ് തരണം ഭവാനി, അതിനനുസരിച്ചുള്ള ഓറക്കിൾ മെസ്സേജ് തരണം ഭവാനി. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നമുക്ക് നോക്കാം. ഭവാനി ഓം നമ ശിവായ. നല്ല കാർഡാണ്. ലവ് ആൻഡ് ഹാർമണി അവൈറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷനാണ് വരാൻ പോകുന്നത്. പ്രോമിസ് ഓഫ് ന്യൂ ലവ് ആൻഡ് ഹാർമണൈസേഷൻ ഓഫ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ സോൾമേറ്റ്. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് നല്ലൊരു ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു റിലേഷൻഷിപ്പ് വരുന്നുണ്ട്, ലവ് റിലേഷൻഷിപ്പ്. അതാണ് ഒരു കാർഡ്. പിന്നെ നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് വേണം. ചിലപ്പോൾ നമ്മളുടെ കൂടെയുള്ളവർ നമ്മൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും. അവർ കാണാനുള്ള കണ്ണ് നമുക്ക് വേണം. അപ്പോൾ കാണാനുള്ള കണ്ണ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എനർജി ബ്ലോക്കായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് അവരിലെ നന്മ നമ്മൾക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ അത് വർക്ക് ചെയ്തെടുക്കണമെന്ന് പറയുന്നുണ്ട്. തേർഡ് ഐ ചക്ര ബ്ലോക്ക്ഡ് ആണ്. അപ്പം അത് ക്ലെൻസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ട്രെസ്സാണ്, ഭയങ്കര സ്ട്രെസ്സാണ് നിങ്ങൾക്ക്. 9 ഓഫ് സ്വേർഡ്സ് ആണ്. ഇതിനപ്പുറം സ്ട്രെസ്സ് വരാനില്ല. ഉറക്കമില്ലായ്മയുണ്ട്. ഈ ഉറക്കമില്ലായ്മ കൊണ്ടുള്ള BP പ്രശ്നമുണ്ട്. ഫുഡ് ശരിയാവുന്നില്ല, ഒന്നും ശരിയാവുന്നില്ല, എനർജി ശരിയാവുന്നില്ല, തലകറക്കം, ഇതൊക്കെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ വളരെ സ്ട്രെസ്ഫുള്ളാണ് നിങ്ങളുടെ ലൈഫ് എന്നാണ് പറയുന്നത്. അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണത്. ഇത് മെയിൻ കാർഡായിട്ട് മെയിൻ എനർജി ആയിട്ട് വരുമെന്നുള്ള ഭയങ്കര തലവേദന പിടിച്ചൊരു സിറ്റുവേഷനിലാണ്. ഒന്നുമില്ല, ഇതെല്ലാം 9 ആണ്. എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടത് പെർഫെക്ഷനാണ്. 9 നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു എനർജി വേണം, നിങ്ങൾക്ക് സന്തോഷം വേണം, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ വേണം. അപ്പോൾ അതിനാണ് നിങ്ങൾക്കത് കിട്ടുന്നില്ല. ഇതെല്ലാം 9 ആണ്. 9, 9, 9. 3ഉം 9 ആണ് കാണിക്കുന്നത്. അതെന്ത് ഏഞ്ചൽ നമ്പർ ഒന്ന് നോക്കിയേക്കണം കേട്ടോ. 3ഉം 9 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ 9 ഓഫ് വോൺസ് കാണിക്കുന്നത് നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ മനസ്സിലൊരു സെറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയായിരിക്കണം ഞാൻ സ്നേഹിക്കുന്ന ആൾ എന്ന് നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇമോഷണൽ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ ആ ഒരു എയിം നിങ്ങളുടെ മനസ്സിലുള്ള കൊണ്ട് അങ്ങനത്തെ ഒരാളെ നിങ്ങൾ കണ്ടെത്താത്തത് കൊണ്ടുള്ള സ്ട്രെസ്സ് നിങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത്. ഓ, ഇയാളിനി വരാൻ പോകുന്നില്ല എന്നൊരു ചിന്ത, ഇയാൾ വരാതെ ഇയാളെ കാണാതെ ഞാനിനി എൻ്റെ കല്യാണപ്രായം കഴിഞ്ഞു പോകുന്നു, ഇനി ഞാൻ കല്യാണം കഴിക്കാതെ ഇരിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എൻ്റെ മനസ്സിന് ചേരാത്ത ആരെങ്കിലുമായിട്ട് ഞാൻ വിവാഹം കഴിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ജീവിതം തുടങ്ങേണ്ടി വരുമോ എന്നുള്ളൊരു സ്ട്രെസ്സിലാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ ഹാപ്പി അല്ല, നിങ്ങൾക്ക് ലവ് മാരേജ് ആയിരിക്കും വേണ്ടത് അല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ അത് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു സ്ട്രെസ്സ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതാണ്, കല്യാണം വേണ്ടാന്ന് വെക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, കല്യാണം കഴിക്കണം, അത് ലവ് മാരേജ് ആയിരിക്കണം, പക്ഷെ ഇതുവരെ അത് നടന്നിട്ടില്ല. അപ്പോൾ ഇവർക്കിപ്പോൾ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്, വീട്ടുകാരെല്ലാം നിർബന്ധിക്കുന്നുണ്ട്, ഇത് കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ഇതല്ലെങ്കിലോ എൻ്റെ സോൾമേറ്റ് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. ന്യൂ ലവ് പറയുന്നുണ്ട് യൂണിവേഴ്സ്. അത് തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഭയങ്കര ഹൈപ്പർ ആവുന്നു ഞാൻ, മനസ്സിലാവുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നുണ്ടത്. ഞാൻ ഭയങ്കര ഹൈപ്പർ ആവുന്നു, സ്പീഡ് കൂടുന്നു എനിക്ക്. കാണാൻ 3 of Pentacles, Tower, Page of Wands, 9 of Pentacles, 3 of Pentacles, Tower, Page of Wands, 9 of Pentacles, 3 of Pentacles, Tower, Page of Wands, 9 of Pentacles, 3 of Pentacles, Tower, Page of Wands, 9 of Pentacles, 3 of Pentacles, Tower, Page of Wands, 9 of Pentacles, 3 of Pentacles, Tower, Page of Wands, 9 of Pentacles, 3 of Pentacles, Tower, Page of Wands, 9 of Pentacles, 3 of Pentacles, Tower, Page of Wands, 9 of Pentacles, 3 of Pentacles, Tower, Page of Wands, 9 of Pentacles, 3 of Pentacles, Tower, Page of Wands, 9 of Pentacles, 3 of Pentacles, Tower, Page of Wands, 9 of Pentacles, 3 of Pentacles, Tower, Page of Wands, 9 of Pentacles, 3 of Pentacles, Tower, Page of Wands, 9 of Pentacles, 3 of Pentac
നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങൾ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ, അതോ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുകയോ എന്തോ ചെയ്തിട്ടുണ്ടോ, എന്തോ ഉപേക്ഷിക്കേണ്ടി വന്നോ നിങ്ങൾക്ക്? നിങ്ങൾ ലോങ് ടേം പ്ലാനിൽ നിങ്ങൾ തുടങ്ങിയ എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ, മനസ്സിലായി? നിങ്ങളുടെ ലൈഫിലേക്ക് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. നിങ്ങൾ അവരോട് ആരോടും ഒരു റിലേഷൻഷിപ്പ്, പലരും നിങ്ങളുടെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നിങ്ങളത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയ ഒരാൾ വേണം. പക്ഷേ ഈ പെർഫെക്റ്റ് ആയ ആൾ ആരാണ്, എന്താണ് ഈ പെർഫെക്റ്റ് ആയ ആൾ? എൻ്റെ സോൾമേറ്റ് കണക്ഷൻ, എൻ്റെ സോൾമേറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്നത്. ഈ സോൾമേറ്റ് കണക്ഷൻ എന്താണ്? നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആരാണ്? നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് അറിയില്ലല്ലോ, മനസ്സിലാണോ? അതുകൊണ്ട് തന്നെ നിങ്ങളോട് പ്രപ്പോസ് ചെയ്യുന്നവരെല്ലാം നിങ്ങൾ റിജക്റ്റ് ചെയ്യണം. കാരണം ഇതൊന്നും സക്സസ്ഫുൾ ആവില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എല്ലാം ദൂരെ നിന്ന് നിങ്ങളിങ്ങനെ സംശയദൃഷ്ടിയോടെ നോക്കുകയാണ്. ഇത് തന്നെയാണോ, ഇത് തന്നെയാണോ, ഇതല്ലെങ്കിലോ എന്നൊരു പേടിയുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവരെ എല്ലാവരും റിജക്റ്റ് ചെയ്യണം. ഇവരെ ഒന്നും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സ്കോർപിയോ മാത്രമേ കാണുന്നുള്ളൂ, മനസ്സിലായി? അപ്പോൾ ഒരു കൺഫ്യൂഷനാണ് നിങ്ങളുടെ മനസ്സിൽ മൊത്തത്തിൽ. എനിക്ക് ഒരു സോൾമേറ്റ് കണക്ഷൻ വേണം. സോൾമേറ്റ് കണക്ഷൻ ആരാണ്? സോൾമേറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലായി? ഇത് ഞാൻ എങ്ങനെ തിരിച്ചറിയും? ഇതൊന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങളപ്പോൾ സോൾമേറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നിങ്ങളൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ശിവരാത്രിയോട് കൂടി, ശിവരാത്രി എന്താണെന്ന് നോക്കുക, അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയൊരു ലവ് വരും. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഇപ്പം നിങ്ങൾ ഹാപ്പി അല്ല, അല്ലെങ്കിൽ അതിൽ വ്യത്യാസങ്ങൾ വരുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ഇനിയിപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ എന്താണ് നോക്കാം. വളരെ ആക്റ്റീവായ, അഡ്വെഞ്ചറസ് ആയ, യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, നിങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ, നിങ്ങളെ ജഡ്ജ് ചെയ്യാത്ത ഒരാൾ, റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾ, ഒരിക്കലും നിങ്ങളെ ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഡിവോഴ്സ് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങളെ എല്ലാ കാര്യത്തിലും ഡിഫെൻഡ് ചെയ്യുന്ന ആൾ, നിങ്ങളുള്ളപ്പോൾ വേറെ ആരെയും ആക്സെപ്റ്റ് ചെയ്യാത്ത, ഒരേ ഭാര്യ ഒരേ ഭർത്താവ്, ഇങ്ങനെ മനസ്സുള്ള ഒരാളെയാണ് നിങ്ങൾക്ക് വേണ്ടത്. മനസ്സിലായി? നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല, നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കണം, വളരെയധികം അഡ്വെഞ്ചർ ലവിങ് ആയിരിക്കണം. കാരണം നിങ്ങൾക്ക് യാത്ര ചെയ്യുന്ന ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു എനർജി ആയിരിക്കണം. എന്തിൽ പ്രതിസന്ധിയിലും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വേണം. അതുപോലെ തന്നെ വേറെ ആരെങ്കിലും, നിങ്ങൾക്ക് പേടിയുണ്ട്, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ പേടിയുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എല്ലാം വന്നു കഴിഞ്ഞാൽ അതിനെ റിജക്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം. നിങ്ങൾ ഒരിക്കലും ഡിവോഴ്സ് ചെയ്യരുത്. ഇതൊരു ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഇതാണ് നിങ്ങളുടെ ആഗ്രഹം. ഇവിടെ ലീബ്ര സോഡിയക് സൈൻ ആണ് കാണിക്കുന്നത്. എന്താണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ചെയ്യേണ്ടാത്തത് എന്താണ്? അതാണ് നമ്മുടെ അടുത്ത നോട്ടം. നിങ്ങൾ മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് നോക്കരുത്. ഇതും അതും ഇതും അതും. ഇത് കൊള്ളാം, പക്ഷെ അതൊന്നും കൂടി ബെറ്ററാണ്. ഇയാളുടെ ഇത് കൊള്ളാം, അത് കൊള്ളൂല എന്ന ഒരു ചിന്ത പാടില്ല. മൾട്ടിപ്പിൾ പ്രയോറിറ്റി നിങ്ങൾ വെക്കുന്നുണ്ട്, മനസ്സിലായോ? നിങ്ങളുടെ മനസ്സിൽ പ്രയോറിറ്റീസ് ഇന്ന 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 ക്വാളിറ്റീസ് വേണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ചിന്താഗതി മാറ്റണമെന്നാണ്. നിങ്ങളുടെ ഒരു പെർസെപ്ഷൻ റിലേഷൻഷിപ്പിൽ അത് തെറ്റാണ്, അത് മാറ്റണമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനൊരു ചിന്ത വെച്ചിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്കോ ഒരു മാരേജിലേക്കോ നിങ്ങൾ കയറരുതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾക്ക് റെഡിയാവണം. ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കാണുമ്പോൾ തന്നെ അവരോട് ഒരു ഇന്ന കാര്യം ഇയാൾക്ക് വേവ് ലെങ്ത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കും, മനസ്സിലാവുണ്ടോ? ചില സമയത്ത് ഓപ്പോസിറ്റ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും. എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ സ്വഭാവമുള്ള ഒരാളാവണം എന്നില്ല. അതുപോലെ എൻ്റെ വീട്ടുകാർ ഇഷ്ടപ്പെടുമോ, എൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടമാവും, എല്ലാവരും പ്ലേസ് ചെയ്തിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പിലേക്ക് കയറാൻ പറ്റില്ല, മനസ്സിലായോ? നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സ്നേഹമാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ചുറ്റുമുള്ളവർ ഓട്ടോമാറ്റിക് അതിലേക്ക് വന്നോളും. അല്ലെങ്കിൽ അവർക്ക് അസൂയാണെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങൾ ഹാപ്പിയാണോ? ഓക്കെ, നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങളെ ഹാപ്പിനെസ് കണ്ട് സന്തോഷിക്കാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ നിങ്ങളോട് നല്ല ഉദ്ദേശമുള്ളവരല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഇതാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ. ട്വിൻ ഫ്ലെയിം, സോൾമേറ്റ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് റിലേഷൻഷിപ്പ് പൊസസീവായിട്ട് ആ പേഴ്സണെ ശ്വാസം എടുക്കാൻ പോലും സമ്മതിക്കാതിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല, പക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ട് ആ പേഴ്സണെ ജഡ്ജ് ചെയ്യും. ഇത് തെറ്റല്ലേ, അത് തെറ്റല്ലേ, ഈ ഡ്രസ്സ് ഇട്ടേക്കുന്ന കൊള്ളില്ലല്ലോ, ഇതാണോ ഇയാളുടെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ജഡ്ജ്മെൻ്റൽ ആവുന്നുണ്ട്.
അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ക്ലിക്ക് ആവണമെങ്കിൽ ക്ലിക്ക് ആവുന്നില്ലെങ്കിൽ ഇല്ല. അതാണ് നിങ്ങളുടെ. അപ്പം നമ്മൾ ഒരേ വേവ് ലെങ്ത് ആണെങ്കിൽ മാത്രമേ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യുള്ളൂ എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. അത് ചില സമയത്ത് നല്ലതാണ്, ചില സമയത്ത് ഓപ്പോസിറ്റ്സ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകും, കുറച്ചൊക്കെ കോംപ്രമൈസ് വേണമെന്നേ ഉള്ളൂ. പക്ഷെ അത് പോസിറ്റീവ്. അപ്പം നിങ്ങളുടെ ചിന്താഗതി മാറ്റണം റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ്, ഒരു ലവ് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യണം, നിങ്ങൾ എന്തൊക്കെയാണ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്, ഇതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു മനസ്സ് വയ്ക്കുക. പിന്നെ ഒരു കാര്യം നഷ്ടമായെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക. മനസ്സിലായി? ഓക്കെ, അത് പോയി, അത് ആക്സെപ്റ്റ് ചെയ്യുക, അതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു 5 of Cups കാണിക്കുന്നുണ്ട്. ഇവിടെ 5 of Cups എന്ന് പറഞ്ഞാൽ 3 കപ്പ് ഇങ്ങനെ മറിഞ്ഞു കിടക്കുക, പുറകിൽ 2 കപ്പ് ഇരിക്കുന്നുണ്ട് നിറഞ്ഞത്. അത് കാണാനുണ്ട്. ഇപ്പോൾ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് കൊണ്ടുവരണം നിങ്ങൾ, അത് വേണം. പിന്നെ എല്ലാവരോടും നന്നായിട്ട് പെരുമാറുക. എല്ലാവരെയും എന്ന് വെച്ചാൽ ആരെയും ഉപേക്ഷിക്കരുതെന്നാണ് പറയുന്നത്. എല്ലാവർക്കും ചാൻസ് കൊടുക്കുക. നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നില്ല, പക്ഷെ എന്നാലൊരു ചാൻസ് കൊടുക്കുക, സംസാരിക്കുക. മനസ്സിലായോ? മാക്സിമം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് സഫിഷ്യൻ്റ് ആവണം. സ്വന്തം കാര്യം ചെയ്യാനുള്ളൊരു പ്രാപ്തി വേണം. റിലേഷൻഷിപ്പിൽ വരുന്ന ആൾ നിങ്ങളുടെ എല്ലാ കാര്യവും ഇങ്ങനെ പൈസ, എനിക്ക് ജോലി എടുക്കാനൊന്നും പറ്റില്ല, ഈ പേഴ്സൺ എനിക്ക് പൈസ കൊണ്ടു തന്ന് എന്നെ എല്ലായിടത്തും കൊണ്ടുപോകണം, അതാണ് ഒരു സാധാരണ. നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ അച്ഛനമ്മയെ പഠിപ്പിക്കുന്നത്, നീ ടൂറ് പോകണമെന്ന് പറയുമ്പോൾ നീ കല്യാണം കഴിച്ചിട്ട് നിന്നെ കെട്ടിയവൻ്റെ കൂടെ പൊക്കോ എന്ന് പറയും. ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, നിന്നെ ഒറ്റയ്ക്ക് വിടാനും പറ്റില്ല എന്ന് പറയും. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഓക്കെ, നല്ലൊരു ഭർത്താവ് വരണം, അയാൾ എന്നെ ടൂറ് കൊണ്ടുപോകണം, എനിക്ക് തന്നെത്താനെ പോകണം എന്നൊരു ചിന്ത നമ്മളുടെ മനസ്സിൽ വരാറില്ല. ഫ്രണ്ട്സിനൂടെ പോവാം വലുതാവുമ്പോൾ, അതല്ല, നമ്മൾ സ്വയം സമ്പാദിച്ച് ആ പൈസ കൊണ്ട് യാത്ര ചെയ്യാം. കല്യാണം കഴിച്ച് ഒരു ഭർത്താവ് വരുമ്പോൾ അയാൾ എന്നെ കൊണ്ടുപോളും എന്നൊരു ചിന്തയിലാണ് നമ്മൾ വളർന്നു വരുന്നത്. ആ ചിന്ത മാറ്റണം. സെൽഫ് സഫിഷ്യൻ്റ് ആകണം. എല്ലാം സ്വയം ചെയ്യാനുള്ളൊരു കാര്യപ്രാപ്തി നേടിയെടുക്കാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് ക്രിയേറ്റീവ് ആവണം. അതുപോലെ തന്നെ എല്ലാവരോടും നല്ല നമ്മളെ മനസ്സ്, നിങ്ങളിപ്പോൾ ബ്രെയിൻ കൊണ്ടാണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ ഹാർട്ട് കൊണ്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ഹാർട്ട് കൊണ്ട് ചിന്തിക്കുമ്പോൾ, നമ്മളെ ഹാർട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഹാർട്ട് പ്രതിഫലമായിട്ട് കിട്ടുക. നമ്മൾ പ്ലാനിങ്ങോടുകൂടെ ബ്രെയിനോട് കൂടെ ഇങ്ങനത്തെ ആൾ അങ്ങനത്തെ ആൾ ഇത്ര പൈസ വേണം, അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതുപോലത്തെ ആളിനെ കിട്ടും. അയാളും ബ്രെയിൻ കൊണ്ട് ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ ലവ് ഇല്ല, അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് പോകുന്നത്. അത് പാടില്ല. നിങ്ങളെ ഹൃദയം കൊണ്ട് ചിന്തിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ കുറേയൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ തെറ്റുകൾ എന്താ പറയുക, ആക്സെപ്റ്റ് ചെയ്യുക. പ്രാരാബ്ധം, ബേർഡനൊക്കെ ചില ആളുകൾ പ്രാരാബ്ധമായിരിക്കും. എനിക്ക് പ്രാരാബ്ധമൊന്നും പറ്റില്ല, ഇയാൾ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അയാൾ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് പറ്റില്ല. അങ്ങനെ ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവരുടെ കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റിയാണ്, ഇതൊന്നും എനിക്ക് പറ്റില്ല, എല്ലാം ഷെയർ ചെയ്യുന്ന ഒരാൾ വേണം എന്നൊക്കെ ഒരു ചിന്ത. അതല്ല, കുറേ റെസ്പോൺസിബിലിറ്റി ഞാനും എടുത്തോളാം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. അതുപോലെ തന്നെ എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നൊരു ചിന്തയും കൂടെ നിങ്ങളുടെ മനസ്സിൽ വേണം. എക്സ്ട്രീം ആവരുത്, അയാളിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ മാക്സിമം ആവരുത്. ഒരു 50-50, ഓക്കെ 60-40 എന്നാലും കുഴപ്പമില്ല. അയാളിൽ നിന്ന് 60 പ്രതീക്ഷിച്ചാലും 40 നിങ്ങൾ കൊടുക്കണം. ഇത് ഞാനൊന്നും കൊടുക്കില്ല എന്നൊരു ചിന്ത പാടില്ല. അയാളെല്ലാം എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് ചിന്തിക്കാൻ പാടില്ല. ബാലൻസ് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ സാജിറ്റേറിയസ് ഉണ്ട്, ഇവിടെ സ്കോർപ്പിയോ ഉണ്ട്, ഭഗവാനെ ലീബ്ര ഉണ്ട്, പൈസസ് ഉണ്ട്, സ്കോർപ്പിയോ. അപ്പോൾ ഇത്രയുമാണ് സോഡിയാക് സൈനിൻ്റെ കണ്ടത്. ഞാൻ എടുത്തോളം വയ്യ. ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊടുക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും സ്നേഹവും സന്തോഷവും ആരോഗ്യമെല്ലാം അറിഞ്ഞു തരാൻ ഇടവരട്ടെ, അനുഗ്രഹിച്ചു തരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴക്കാലമൊക്കെയാണ്, സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക കേട്ടോ. എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണം. പിന്നെ വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. നിങ്ങൾ തരുന്ന എല്ലാ സഹകരണങ്ങൾക്കും നന്ദി കേട്ടോ. ടേക്ക് കെയർ. ബൈ ബൈ.